പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയം എനിക്ക് കർത്താവ് തന്ന ഒരു ചിന്ത നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം എന്താണ്? ആരാണ് ഈ പരിശുദ്ധാത്മാവ്? നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് വെറും ഒരു ആത്മാവല്ല. ആ ആത്മാവാണ് സകലത്തെ ഉളവാക്കിയത്. നമ്മളത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വിടുതലുകളാണ്. ദൈവകരങ്ങൾ അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും വിശ്വാസികളായ നമ്മൾ ചിന്തിക്കുന്നത്, പലരുടെയും ചിന്ത, ദൈവാത്മാവെന്ന് പറയുന്നത് പുതിയ നിയമത്തിലാണ് വന്നതും ശക്തിയുടെ പ്രകടനങ്ങൾ അന്നേരമാണ് നടന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം തൊട്ട് പരിശുദ്ധാത്മാവാണ് സൃഷ്ടിയെ ഉണ്ടാക്കിയതും സകലത്തെയും ഉളവാക്കിയതും ദൈവത്തിൻ്റെ ആത്മാവാണ്. അവിടെ എഴുതിയിരിക്കുന്ന 2-ാം വാക്യം തൊട്ട് എഴുതിയിരിക്കുന്ന വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെ ഭൂമി പാഴും ശൂന്യവുമായി കിടന്നെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം ക്രിയേഷൻ തൊട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സൃഷ്ടി മുതലേ, ശരിക്കും പറയുകയാണെങ്കിൽ സൃഷ്ടിക്ക് മുൻപ് തന്നെ അവൻ ഉണ്ടായിരുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് സകലത്തിനും മുൻപെയാണ് എല്ലാത്തെയും സൃഷ്ടിച്ചതും എല്ലാത്തിനും കാരണഭൂതനായതും. ആ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും? പരിശുദ്ധാത്മാവ് വെറും ഒരു ആത്മാവ് അല്ല ദൈവമക്കളെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദൈവാത്മാവ് ഒരു കൂട്ടാളിയെ പോലെ, നമ്മുടെ ഒരു ഏറ്റവും നല്ല സഖിയായി, ഒറ്റ സുഹൃത്തായി അവനെ നമ്മളൊന്ന് കണ്ടാട്ടെ. അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു നല്ല കൂട്ടുകാരനെ പോലെ നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം പങ്കുവെക്കുവാൻ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഫ്രണ്ടായിട്ട് ഈ ദൈവാത്മാവിനെ ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ സൃഷ്ടികർത്താവിൻ്റെ കരങ്ങളെ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ ശക്തിയുടെ പുറകെയാണ് ഓടുന്നത്. നമുക്കെല്ലാവർക്കും ശക്തി വേണം, നമുക്കെല്ലാവർക്കും വലിയവരാകണം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനല്ല. കർത്താവേ, നീ എന്നിൽ വളരണം, നീ എന്നിൽ വലുതാകണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ ദൈവാത്മാവ് നമ്മളിൽ വളരും. അവൻ നമ്മളെ പഠിപ്പിക്കും കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം. മകളെ, മകനെ, നിൻ്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞു തരുന്ന ഈ ദൈവാത്മാവാണ്. അവനെ ഒന്ന് സ്നേഹിച്ചാട്ടെ, അവനോടൊന്ന് നിങ്ങൾ സംസാരിച്ചാട്ടെ. ആ ദൈവാത്മാവ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരും. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.